എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC +1 +2 2024 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ്, ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം, റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ഉള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് 100 പേർ വീഡിയോ കണ്ടാൽ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് അതാത് ദിവസങ്ങളിൽ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സംശയ ദൂരീകരണമൊക്കെയാണ് വീഡിയോയിൽ കൂടെ എപ്പോഴും തന്നെ നമ്മൾ ഷെയർ ചെയ്തെത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. SLC +1 +2 റിസൾട്ട് 2024 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ്? ഇംപ്രൂവ്മെൻറ്റ് എക്സാം നമ്മൾ ആദ്യം എടുക്കുന്നത് SLCയുടെയാണ്. നിങ്ങളുടെ എക്സാം ഒരു ജൂൺ ഓർ ജൂലൈയോട് കൂടിയായിരിക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുക. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, SLC പബ്ലിക് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്കും കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും SLCക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതായത് മുൻ വർഷങ്ങളിൽ SLC എഴുതുകയും പരാജയപ്പെട്ടു പോകുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റിലായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ? റിസൾട്ട് കഴിഞ്ഞ വർഷം വന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 19 ഈ വർഷം ഒരു 15-നും 25-നും ഉള്ളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. വാലുവേഷൻ കഴിഞ്ഞു, ടാബുലേഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വേഗം തന്നെ പ്രതീക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ SLC വിദ്യാർത്ഥികളുടെ സംശയ ദൂരീകരണം ഒത്തിനുള്ള മറുപടി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, +1ൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഇംപ്രൂവ്മെൻറ്റ് എക്സാം സാധാരണ വർഷങ്ങളിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ നടത്തി ഒക്ടോബർ നവംബറിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു രീതിയിലായിരുന്നു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ തീരുമാനപ്രകാരം നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവായിരിക്കുന്നത്. അതായത് നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും. അതായത് നിങ്ങളുടെ രാവിലെ +2ൻ്റെ പബ്ലിക് എക്സാം ആണെങ്കിൽ ഉച്ചയ്ക്ക് ഇംപ്രൂവ്മെൻറ്റ്, അങ്ങനെ ഒരു രീതിയിലാണ് നടത്താനുള്ള തീരുമാനമായി. പക്ഷേ അങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് നടത്തുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് +1ഉം +2ഉം കൂടെ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലാകും എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ സെപ്റ്റംബറിൽ പരീക്ഷ നടത്തുന്നതിനാണ് നല്ലത്. അതാകുമ്പോൾ സെപ്റ്റംബറിലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, +2ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പിന്നീട് +1ൻ്റെ കാര്യം അവിടെ വിടാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കും. പക്ഷേ ഇത് ഇത് മാർച്ച് മാസത്തിൽ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം നടത്തുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉണ്ടാകും. അത് വിദ്യാർത്ഥികൾക്കൊരു തിരിച്ചടി തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. കാരണം വിദ്യാർത്ഥികൾ +1ൻ്റെയും പഠിക്കേണ്ടി വരും, +2ൻ്റെയും പഠിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. റിസൾട്ട് ഉടനുണ്ടാകുമോ? നിങ്ങളുടെ റിസൾട്ട് കഴിഞ്ഞ വർഷം വന്നത് ജൂലൈ 15-നാണ്. ജൂലൈ 15-നാണ് +1ൻ്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഈ വർഷവും ഒരു ജൂലൈ 15 എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഒരു ജൂൺ ജൂലൈയോട് കൂടി മാത്രമേ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാവും. മെയ് മാസത്തിൽ നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ മെയ് മാസത്തോടു കൂടി നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ജൂൺ ഓർ ജൂലൈയിൽ മാത്രം നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാവും. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി +2ൻ്റെ കാര്യമെടുക്കാം. ഇംപ്രൂവ്മെൻറ്റ് എക്സാമും ഒരു ജൂൺ ഓർ ജൂലൈയോട് കൂടി നടത്തി എന്ത് ചെയ്യും, ഓഗസ്റ്റ് സെപ്റ്റംബറോടൊക്കെ കൂടി തന്നെ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ക്രമീകരിച്ചു ഇരിക്കുന്നത്. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 ചെയ്യാൻ ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞോ? ഇനി ആ വീഡിയോ പറഞ്ഞോ എന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞില്ലെങ്കിൽ +1ൻ്റെയും +2ൻ്റെയൊക്കെ എന്ത് ചെയ്യാം, പൊതുപരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മുൻ വർഷങ്ങളിൽ എന്ത് ചെയ്തു, മുൻ വർഷങ്ങളിൽ നിങ്ങൾ പരീക്ഷ എഴുതുകയും
നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് +2 ഫെയിലായിട്ടാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എഴുതി നികത്തി നിങ്ങൾക്ക് +2 ജയിക്കാനുള്ള അവസരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എടുക്കാൻ സാധിക്കും. അപ്പോൾ മുൻ വർഷങ്ങളിൽ എടുത്തതിനെ കഴിഞ്ഞും കൂടുതൽ മാർക്ക് നിങ്ങളെടുത്ത് നിങ്ങൾ പാസ്സാകാനുള്ള മാർക്ക്, എത്ര മാർക്കാണോ നിങ്ങൾക്ക് പാസ്സാകുന്നതിൽ കുറവുള്ളത്, ആ കുറവുള്ള മാർക്ക് നിങ്ങൾ നികത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ +1ൻ്റെ കാര്യം എടുത്താലും +2വിൻ്റെ കാര്യം എടുത്താലും എന്ത് ചെയ്യാൻ സാധിക്കും, റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിധം, അതായത് ഇപ്പം +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പിന്നെ മുൻ വർഷങ്ങളിൽ പഠിച്ച് ഇറങ്ങി ഫെയിലായ കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, പരീക്ഷകൾക്കും, അതായത് 2 പരീക്ഷകൾക്കും അപ്ലൈ ചെയ്ത് എഴുതാൻ സാധിക്കുന്നതാണ്. റിസൾട്ട് ഉടൻ ഉണ്ടാകും. റിസൾട്ട് കഴിഞ്ഞ വർഷം വന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 25 +2വിൻ്റെ റിസൾട്ട്. ഈ വർഷവും ഒരു 15-നും 25-നും ഇടയിൽ എന്തായാലും തന്നെ റിസൾട്ട് ഉണ്ടാകും. നേരത്തെ വരുമെന്നൊക്കെ അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതെല്ലാം അൺഒഫീഷ്യൽ ഡേറ്റുകളാണ്. ഒഫീഷ്യലായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ ഒരു ഡേറ്റ് പോലും അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന പക്ഷം തന്നെ ആ ഡേറ്റ് നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു ഡേറ്റ് പറയുന്നതിന് കാരണം വാല്യുവേഷൻ ക്യാമ്പുകളൊക്കെ കഴിഞ്ഞു, ടാബുലേഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ ഒരാഴ്ചയോടെ നീണ്ടു. ഇലക്ഷൻ്റെ ആ ഒരു ദിവസം മാത്രമാണ് ടാബുലേഷൻ വർക്കുകൾക്കൊക്കെ ഡിലേ വന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും തന്നെ ടാബുലേഷൻ വർക്കുകൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ഉള്ള ഒരുക്കങ്ങൾ ഏതാണ്ടൊക്കെ ഒരു 90% എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വരും എന്നൊക്കെ നമ്മൾ വാർത്ത കാണുന്നത്. പക്ഷെ എന്നാൽ പോലും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ +2 വിദ്യാർത്ഥികളുടെ സംശയം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ മതിയാവും. എന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരാൾ ചോദിക്കുന്ന സംശയമാണെങ്കിൽ പോലും അത് പല വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. അതാകുമ്പം എപ്പോഴായാലും വിദ്യാർത്ഥികൾക്ക് അതെടുത്ത് കാണുമല്ലോ. പിന്നെ കാണുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ പോലും 10 പേർ വിദ്യാർത്ഥികൾ പോലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് കടന്നു പോകുകയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ട് മാത്രം കടന്നു പോകരുത് പ്ലീസ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ SLC സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, +1 സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, +2 സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തീർച്ചയായും ഈ ചാനലിൽ കൂടെ വരും. അപ്പോൾ നിങ്ങൾക്കത് ഇനിയും അതിൻ്റെ ഗുണങ്ങളൊക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. സ്കൂൾ ഗ്രൂപ്പിലേക്കൊന്നും നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ടത്, തീർച്ചയായും എന്ത് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.